അപ്പോൾ എത്ര ദിവസമായി ഉദ്ഘാടനം നടത്തിയിട്ട്? ഉദ്ഘാടനം നടത്തിയത് തന്നെ കാപട്യമാണ്. പണി പൂർത്തിയാകാതെ ഉദ്ഘാടനം നടത്തി തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ അതിനെ ആഘോഷിച്ച് കേരളം മുഴുവൻ ആയിരക്കണക്കിന് ബോർഡുകൾ വെച്ച് ഇപ്പോൾ ഒരാൾക്ക് പോലും അതിൻ്റെ അകത്ത് താമസിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ അപ്പോൾ ആരാണ് കളിപ്പിച്ചത്? പിന്നെ മന്ത്രി മേശയുടെ പുറത്ത് കയറി എന്ത് നാടകമാണ്, എന്ത് നാടകമാണ്. മന്ത്രിയാണോ മേശയുടെ പുറത്ത് കയറിയിട്ട്? മന്ത്രിയാണോ ചോർച്ചയുണ്ടെന്ന് പരിശോധിക്കേണ്ടത്? പെൻസിൽ മാർക്കാണെന്ന് പരിശോധിക്കുന്ന മന്ത്രിയാണോ? ആ മന്ത്രിമാരാണോ? ഇപ്പോൾ പാലം വീണ പരിശോധിക്കുന്ന മന്ത്രിയാണോ? മന്ത്രി ഇതുമായിട്ട് എന്താ ബന്ധമുള്ളത്? മന്ത്രിയല്ലല്ലോ, എഞ്ചിനീയർമാരാണ് പരിശോധിക്കേണ്ടത്. ഗുരുതരമായ ക്രമക്കേടുകളാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത് നിർമ്മാണത്തിൽ തന്നെ. ഇത് തന്നെ ഏച്ചുകെട്ടിയ ഉദ്ഘാടനമാണ് അവിടെ നടത്തിയത്. ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. ഞാൻ പറയല്ലോ, കാലം ഇതിനെല്ലാം കണക്ക് ചോദിക്കും. തെറ്റായ പ്രചരണങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയതിൻ്റെ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരിക. ആ കേസിലെ പ്രതികൾക്ക് ജാമ്യം ഹൈക്കോടതി നിഷേധിച്ചു. സുപ്രീം കോടതി രൂക്ഷമായ ഭാഷയിൽ അയ്യപ്പൻ്റെ സ്വർണം കവർന്നവർക്ക് ജാമ്യമോ എന്ന് ചോദിച്ച് പറഞ്ഞുകൂടി. ജാമ്യം ഒന്നും കൊടുത്തില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് SITയിൽ സമ്മർദ്ദം ചെലുത്തി. അവിടെ പ്രാഥമിക കുറ്റപത്രം പോലും സമർപ്പിക്കാതെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ച കേസിൽ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് കിട്ടി. എല്ലാവരും പുറത്തിറങ്ങി. ഇനി ഒരു തെളിവും ബാക്കിയുള്ളത് ഉണ്ടാവില്ല, ഒരു തെളിവുമില്ലാതെ ഈ കേസ് അവസാനിക്കും എന്ന് നിയമസഭാ മന്ദിരത്തിൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങളോട് പറഞ്ഞ ആളാണ്. അപ്പോൾ എന്നെക്കുറിച്ച് എന്താ പറഞ്ഞത്? കോടതിക്കെതിരായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, കോടതി വിധിക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത്. SIO അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ട് അല്ലേ, ഒരു സീരിയസ് ഫ്രോഡ് SFI അല്ലേ, SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ അവരന്വേഷിക്കുന്ന ആ കേസ് അവിടെ പോയി. പിന്നെ ED ഒരു സമൻസ് അയച്ചിട്ടുണ്ടായല്ലോ മുഖ്യമന്ത്രിയുടെ മകന്, അതവിടെ പോയി. പിന്നെയാണ് ശബരിമല. ആർക്കാ സംശയം? ഇല്ല, ED അവിടെ പോയി.